മൂന്നാറിൽ വീണ്ടും നിയമം ലംഘിച്ചുകൊണ്ട് സാഹസിക യാത്ര. മൂന്നാർ ലോക്ക്ഹാർട്ട് എസ്റ്റേറ്റിന് സമീപത്താണ് സംഭവമുണ്ടായത്. പത്തനംതിട്ട രജിസ്ട്രേഷനിലുള്ള കാറിന്റെ വിൻഡോയിൽ ഇരുന്നു കൊണ്ടാണ് യുവാക്കൾ സാഹസിക യാത്ര നടത്തിയത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. കൂടുതൽ വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, നമുക്കറിയാം ഈ ഒരു സ്ഥലത്ത് നേരത്തെയും സമാനമായ സംഭവങ്ങൾ ഉണ്ടായതാണ്, മുന്നറിയിപ്പ് നൽകിയതാണ്. എന്നിരുന്നാൽ കൂടിയും ഇത്തരം സംഭവങ്ങൾ എന്തുകൊണ്ട് ആവർത്തിക്കുന്നു എന്നതാണ് മറ്റൊരു ചോദ്യം. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നിലവിൽ ഇത്തരത്തിൽ ഈ വലിയ രീതിയിലുള്ള സാഹസിക യാത്ര, തുടർച്ചയായി സാഹസിക യാത്ര ഉണ്ടാവുകയും മോട്ടോർ വാഹന വകുപ്പ് കൃത്യമായ ഇടപെടൽ നടത്തുകയും ചെയ്തതിനു ശേഷം ഇതിന്റെ ഒരു പ്രവണത കുറഞ്ഞു വന്നിരുന്നു. എന്നാൽ ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഈ ഒരു സാഹസിക യാത്ര നടത്തുന്നതിന്റെ യുവാക്കൾ സാഹസിക യാത്ര നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. മൂന്നാർ ലോക്ക്ഹാർട്ട് എസ്റ്റേറ്റിന് സമീപത്താണ് ഇത്തരത്തിൽ ഈ ഒരു ഗ്യാപ് റോഡിന്റെ ഭാഗമായ റോഡിലാണ് ഈ ഒരു സാഹസിക യാത്ര നടന്നത്. അത്യന്തം അപകടകരമായ രീതിയിലാണ് ആ ഒരു വാഹനം പോകുന്നതും. ഈ വാഹനത്തിലുള്ളവർ ശരീരത്തിന്റെ പാതി ഭാഗം ഡോർ വിൻഡോയിലൂടെ പുറത്തേക്കിട്ട് ആ ഡോർ പാഡിൽ ഇരിക്കുകയും ചെയ്യുകയാണ്. അത്തരത്തിൽ വലിയ രീതിയിൽ ഒരു അപകടം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ള തരത്തിലായിരുന്നു ആ യാത്രയുണ്ടായിരുന്നത്. ഈ സമീപത്ത് നിന്നുള്ള മറ്റ് വാഹനത്തിലെത്തിയ ആളുകളാണ് ഈ ദൃശ്യങ്ങൾ പകർത്തുകയും ഇത് പുറത്തുവിടുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും പത്തനംതിട്ട രജിസ്ട്രേഷനിലുള്ള കാറിലാണ് ഇത്തരത്തിൽ സാഹസിക യാത്ര നടത്തിയത് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. 3 യുവാക്കൾ പൂർണ്ണമായും ഈ വാഹനത്തിന്റെ പുറത്തേക്ക് തലയിട്ട് ഇരിക്കുകയാണ്. നിലവിൽ മോട്ടോർ വാഹന വകുപ്പ് ഈ വാഹനത്തിന്റെ ഉടമകളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ വാഹനം ഇവിടെ നിലവിൽ ആർടി ഓഫീസിലേക്ക് എത്തിക്കാനുള്ളൊരു നിർദ്ദേശം നിലവിൽ നൽകിയിട്ടുണ്ട്. എന്തായാലും കൃത്യമായ നടപടി ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന ഒരു വിവരം. എന്തായാലും ഈ മേഖല കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മോട്ടോർ വാഹന വകുപ്പിന് കൃത്യമായ നിരീക്ഷണം ഉണ്ടായിരുന്നു. അതൊന്നും നിലവിൽ അയഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടുകൂടിയാണ് നിലവിൽ വീണ്ടും സമാനമായ രീതിയിലുള്ള അപകട യാത്രകൾ ഈ മൂന്നാർ മേഖലയിൽ വീണ്ടും വ്യാപകമായിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായ ഒരു ഇടപെടൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇനിയും ഉണ്ടാകേണ്ടതായുണ്ട്. ശരി, സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.